ചേച്ചി SM സ്ട്രീറ്റ്. കയറിക്കോ. ഹലോ മോളെ, എത്തിയോ? ആ അമ്മ എത്തി. എന്തേലും കഴിച്ചായിരുന്നോ? ആ കഴിച്ചു. എന്തു പറ്റി? സുഖമില്ലേ മോളെ? മോളുടെ സൗണ്ട് എന്താ വല്ലാതെ? എന്താണെന്നറിയില്ല, വയ്യാത്ത പോലെ. ഒരുപാട് യാത്ര ചെയ്തിട്ടാകും. 2-3 വട്ടം ഛർദ്ദിച്ചു. ഛർദ്ദിച്ചോ? മോളെ, നീ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ കാണിക്കേ. അതിന് മാത്രമൊന്നുമില്ല. നാളെ ഇന്റർവ്യൂ അല്ലേ, വെറുതെ റിസ്ക് എടുക്കണ്ട. പറയുന്ന കേക്ക്, നീ ഒന്ന് പോയി കാണിക്കേ. ശരി അമ്മേ, കാണിക്കാം. അമ്മ ടെൻഷൻ ആകണ്ട. ശരി മോളെ. ശരി. എന്തുപറ്റി മോളെ? ഹോസ്പിറ്റലിൽ പോണോ? ആ ചേച്ചി, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ചെറിയ ഹോസ്പിറ്റലുണ്ടോ പോകാൻ? അധികം പൈസയൊന്നും ചിലവില്ലാത്ത ഏതെങ്കിലും പ്രൈവറ്റ് ക്ലിനിക്കായാലും മതി. എന്തിനാ മോളെ പ്രൈവറ്റ് ക്ലിനിക്കിലൊക്കെ പോകുന്നേ? നമുക്ക് നമ്മുടെ നഗരാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയാലോ? നഗരാരോഗ്യ കേന്ദ്രമോ? അതെന്താ? നഗരപ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ ഒരുക്കിയിരിക്കുന്ന കേന്ദ്രമാണ് നഗരാരോഗ്യ കേന്ദ്രം. ഓ, അവിടെ പൈസയൊക്കെ കൊടുക്കേണ്ടി വരില്ലേ? പണമൊന്നും വേണ്ട. ഡോക്ടറുടെ സേവനം, 60-ലധികം ടെസ്റ്റുകൾ സൗജന്യമായി നൽകുന്ന ക്ലിനിക് ലാബ് സൗകര്യം, മരുന്നുകൾ എന്നിങ്ങനെ എല്ലാ സേവനവും സൗജന്യമായി ലഭിക്കും. ഓ, അത് അടിപൊളിയാണല്ലോ ചേച്ചി. സാധാരണക്കാർക്ക് ജോലി കഴിഞ്ഞ് വൈകുന്നേരം ആശുപത്രി സേവനം ലഭിക്കുന്നതിന് വളരെയേറെ സഹായകരമാണ് ഈ ആരോഗ്യ കേന്ദ്രങ്ങൾ. അത് മാത്രമല്ല, ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ്, മറ്റ് സേവനങ്ങൾ, പകർച്ചവ്യാധി പ്രതിരോധ പരിപാടികൾ, ആശ്വാസ്, സ്വസ് ക്ലിനിക്കുകൾ, അങ്ങനെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകുന്ന മിക്ക സേവനങ്ങളും ഇവിടെ ലഭിക്കും. അല്ല, ഈ വൈകുന്നേരങ്ങളൊക്കെ ഡോക്ടേഴ്സൊക്കെ എവിടെ കാണൂ? ഉണ്ട്. നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ വൈകുന്നേരമാണ് OP സേവനങ്ങൾ ആരംഭിക്കുന്നത്. ഡോക്ടർ സേവനവും നഴ്സ് സേവനവും എല്ലാം അവിടെ തന്നെ ലഭിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ പിന്നെ എന്താ ആലോചിക്കാൻ? ചേച്ചി കൊണ്ടുവരാൻ അങ്ങോട്ട് തന്നെ വിട്ടോ.